ഹലോ, വീണ്ടും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മുടെ വീടിൻ്റെ പുറകു വശമാട്ടോ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞാൻ ഈ കൊപ്ര നിരത്താൻ വേണ്ടിയിട്ട് മേലേക്ക് കയറിയപ്പോൾ കണ്ടതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരു പുതപ്പൊക്കെ വെച്ചാട്ടോ ഇത് മൂടി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഷീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു ടേബിളിൻ്റെ ഷീറ്റാണ്. ഞാനപ്പോൾ അതൊക്കെ മൂടി ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടോ. അപ്പോൾ മുരിങ്ങയൊക്കെ പൂത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. മേലെ നിന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. മേൽവശമൊക്കെ നല്ലോണം പൂത്തിട്ടുണ്ട്. ചക്കയൊക്കെ പിടിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് 3-4 കൊല്ലമായി കായ്ക്കുന്ന ഈ പ്ലാവ്. പിന്നെ ഇത് നമ്മുടെ മേളത്തെ ആ ഒരു ഭാഗം കേട്ടോ. മേളത്തെ ഇത്രയേ ഉള്ളൂ. ഇത് റൂമായിട്ടൊന്നുമില്ല. ചെറിയൊരു പോർഷൻ ഇങ്ങനെ നമുക്ക് മഴയത്തൊക്കെ തുണിയൊക്കെ ആറിയിടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ജസ്റ്റ് നീളത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് വീടിൻ്റെ മുൻവശമാണ് കേട്ടോ. ഇത് വീടിൻ്റെ മുൻവശമാണ്. അപ്പോൾ ഞാൻ ഈ ഡോറൊക്കെ അടച്ചിട്ട് വേഗം ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിലാണ് വെക്കല്. അപ്പോൾ ഇന്നിപ്പോൾ പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ കഴുകി വെച്ചിട്ട് പിന്നെ മോട്ടർ ഓണാക്കിയിട്ട് ഉള്ളിലേക്ക് നമുക്ക് വേണ്ട വെള്ളം പിടിച്ചു കിട്ടും. എന്നിട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് അടച്ചു വെച്ചു. എപ്പോഴും ഞാനിങ്ങനെ ഇവിടെ പുറത്ത് കഞ്ഞി വെക്കല്ല കേട്ടോ. ഇന്നിപ്പം എന്തോ ചിലപ്പോൾ തോന്നിയാൽ ഇവിടെ വെക്കും. അപ്പം പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ വരാൻ സമയമായിട്ടുണ്ട്. എപ്പോഴും പുറത്ത് ചോറ് വെക്കാറില്ല കേട്ടോ. ഉള്ളിൽ തന്നെ വെക്കാറ്. പിന്നെ തോന്നണം, വിറകൊക്കെ ഉണ്ട്, എന്നാലും മടിയാണ്. അപ്പോൾ പിന്നെ ഞാനിത് അരിയൊക്കെ നന്നായിട്ട് കഴുകണം. ഇപ്പോഴത്തെ അരിയല്ലേ, അപ്പോൾ നന്നായിട്ട് കഴുകണം. അത് ചുമന്ന അരിയൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം കഴുകണം. അതിനകത്ത് ഇങ്ങനെ ചുമന്ന് നല്ല കളർ ഇങ്ങനെ പൊങ്ങി വരും കഴുകും തോറും. അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം തുണിയൊക്കെ പുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ മോനെണീക്കുന്ന ആ സമയത്തേക്ക് അലക്കി എടുക്കാമല്ലോ. പിന്നെ ഈ ഫാൻ്റെ ഒക്കെ ഒരവസ്ഥ ഉണ്ടോ, ഇതൊക്കെ 1 മാസം പോലും ആയിട്ടില്ല ക്ലീൻ ആക്കിയിട്ട്. ഷോക്കേസ് എല്ലാം നമ്മളൊന്ന് വൃത്തിയാക്കുമ്പോൾ മറ്റൊരു സ്ഥലം പിന്നെ മോശമാവും. ഇത് തന്നെയാണ് എല്ലാ വീട്ടിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പം ഇന്നിപ്പോൾ വാഴക്കൂമ്പ് വറവാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വാഴക്കൂമ്പ് നമ്മുടെ തന്നെ വാഴയിൽ ഉണ്ടായതാണ്. അപ്പോൾ അത് കൂമ്പ് പൊട്ടിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. അപ്പോഴത്തേക്ക് ഈരിശലം പൊട്ടിച്ചിട്ട് കൊണ്ടുവച്ചു. അങ്ങനെ വാഴക്കൂമ്പ് നമ്മളിങ്ങനെ കേട്ടോ വറവാക്കുന്നത്. ഇനി എല്ലാവരും അങ്ങനെ വറവാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ആ കറിയൊന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഒന്ന് തിരുമ്മി വെക്കും കൈ കൊണ്ട്. അത് തിരുമ്മി വെച്ചാൽ അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ വേഗം മുന്നേ പിടിക്കുമല്ലോ. പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് അടുപ്പത്തേക്ക് ഇടേ വേണ്ടു. പിന്നെ ആ സമയത്ത് ഞാൻ ഇന്ന് മുരിങ്ങയിലും പരിപ്പും കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുരിങ്ങയിലും പരിപ്പും ഇങ്ങോട്ടൊന്നും അങ്ങനെ കറി വെക്കാറില്ല. ഇതിപ്പോൾ നമ്മളങ്ങോട്ടെല്ലാം ഉള്ള ഒരു കറിയാന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങോട്ട് അങ്ങനെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ബേക്കുന്ന ഞാൻ മുരിങ്ങയിൽ നിന്ന് 2-3 ഇല പറിച്ചു. പിന്നെ കുറച്ചില മതി കേട്ടോ. പക്ഷേ ഈ മുരിങ്ങയില ഇട്ട് കറിയാക്കിയാൽ നല്ലതാണല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണിയൊക്കെ അലക്കിയിട്ടായിരുന്നു കേട്ടോ. അത് വെയിൽ വരുമ്പം വേഗം ഉണങ്ങി കിട്ടുമല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ മുരിങ്ങ നല്ലോണം ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടൈമിൽ തന്നെ ഈ പുഴു പ്രാണി ഇതൊക്കെ നല്ലോണം ഉള്ള സമയം. അപ്പം നമ്മൾ മുരിങ്ങ നന്നായിട്ട് ക്ലീൻ ചെയ്താൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചുമന്ന പരിപ്പ് എടുത്തു കേട്ടോ. അപ്പോൾ ഈ ക്ലീൻ ചെയ്ത മുരിങ്ങയില വേവിച്ച പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉള്ളിയും ജീരകവും വെളുത്തുള്ളി കേട്ടോ. 1 അല്ലി വെളുത്തുള്ളി മതി. അതിലേക്ക് വെളുത്തുള്ളിയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടാൽ മതി. അപ്പോഴത്തേക്ക് ഇവനുണ്ട് ഫ്രിഡ്ജിലാണ് ഞാൻ മുളക് വെച്ചത്. അത് വലിച്ച് താഴെ ഇട്ടു. പിന്നെ അത് പിന്നെ എടുത്ത് വെച്ച് ക്ലീൻ ആക്കണം. ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്ലോപ്പ് ആവും. ഇത് തന്നെ ഇവിടുത്തെ അവസ്ഥ. പിന്നെ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കടുകൊക്കെ പൊട്ടിച്ച് ഈ കറിയിലേക്ക് ഇട്ടു. നല്ലൊരു കറിയാട്ടോ ഇത്. എന്താ വെച്ചാൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ല കറിയാണ്. കാരണം ഈ മുരിങ്ങയിലൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഈ കറിയിലൊക്കെ ഇട്ട് കഴിക്കാൻ തന്നെ നല്ലതല്ലേ. കുട്ടികളെ വയറ്റിലെത്തും. മറ്റു ചായ കൊടുത്താൽ ഈ പിള്ളേരൊന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ ആ സമയത്ത് കൂമ്പ് വറവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് പൊട്ടിച്ച് അതേ പാത്രത്തിൽ തന്നെ കൂമ്പ് വറവാക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി അടുക്കളയിലത്തെ പണിയെല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പം ഞാനൊന്ന് തോർത്താന്ന് വിചാരിച്ചു. എപ്പോഴും ഞാൻ മോപ്പ് വെച്ചാൽ തോർത്തലിട്ടോ. എന്നിപ്പം ഈ തുണി വെച്ച് തോർത്തുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഫുൾ ഈ പൂച്ച വന്ന് കിടന്നിട്ട് ഭയങ്കര പൂച്ചരോഗമായിരിക്കും. അപ്പോൾ ഇവൻ ഇതിലെല്ലാം നടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഈ തുണി വെച്ചിട്ട് തോർത്തുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മോപ്പ് വെച്ച് തന്നെ ഉള്ളിലൊക്കെ തോർത്താറ്. പിന്നെ ഞാൻ ലാസ്റ്റാട്ടോ മീൻ പൊരിച്ചത്. മീൻ ആ സമയം ലാസ്റ്റാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ മുളകൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പൊരിച്ചു. കാരണം എന്താ വെച്ചാൽ ചോറ് കഴിക്കാനാകുമ്പോഴത്തേക്ക് പൊരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ആവട്ടോ പൊരിച്ചത്. അപ്പോൾ ആവോലിയായിരുന്നു കിട്ടിയത്. പിന്നെ നമ്മൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ചോറൊക്കെ എടുത്ത് ചോറ് കഴിച്ച് പിന്നെ ഉച്ചയായപ്പം കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പീടികയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പീടികയിലേക്ക് പോയി കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ പീടികയിലേക്ക് പോയി. പീടികയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ സാധനമൊക്കെ വാങ്ങിച്ച് പിന്നെ ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം മേലെ അമ്മ കൊപ്ര ക്ലീൻ ആക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിരട്ടയിൽ നടത്തിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ചായ വെക്കാമെന്ന്. അപ്പോൾ ഞാൻ കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു, കാരണം അമ്മയ്ക്ക് പാലൊഴിച്ച ചായ അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ടൻ ചായയൊക്കെ വെച്ച് പിന്നെ പാത്രത്തിലേക്ക് ഗ്ലാസ്സിലേക്ക് ചായയൊക്കെ എടുത്ത് ഞാൻ അമ്മനെ ചായ കുടിക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ വരാം, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊണ്ടുപോയാൽ എൻ്റെ കൂടെ ചുറ്റുമണി മേലേക്ക് കയറി വന്നെങ്കിൽ പിന്നെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പായും. അപ്പോൾ അമ്മ താഴേക്ക് വന്ന് നമ്മൾ താഴ്ന്ന് ചായ കുടിച്ചു. ചായക്ക് ഞാൻ പീനട്ട് ബട്ടറും ബ്രെഡും കൂടെ മിക്സാക്കി ഇങ്ങനെ തേച്ചിട്ട് കഴിക്കട്ടെ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പിന്നെ ഞാൻ കഴിച്ചോന്നേ ഉള്ളൂ. മസാലക്കടലായിരുന്നു കേട്ടോ, അതെനിക്കിഷ്ടമാണ്. പിന്നെ അമ്മ ആദ്യം മേലേക്ക് പോയി കൊപ്ര കുത്താൻ തുടങ്ങി. അങ്ങനെ സന്ധ്യയൊക്കെ നമ്മൾ വിളക്ക് കത്തിച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അപ്പോഴേക്ക് ഗിരീഷേട്ടൻ വന്നു കേട്ടോ. ചുറ്റും ഇങ്ങനെ കാത്തിരിക്കും എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ടോ ഈ പ്രതീക്ഷ. അമ്പു ഉണ്ടായിരുന്നില്ല, അമ്പുവിന് സ്കൂളിൽ ക്യാമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവനുണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആയിട്ട് ഇത് ക്യാമ്പിൻ്റെ. അപ്പോൾ അവൻ ക്യാമ്പിന് പോയിട്ടുള്ളതുകൊണ്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അമ്മയുള്ളതുകൊണ്ട് ഭയങ്കര ആശ്വാസം കേട്ടോ. അപ്പോൾ ഗിരീഷേട്ടൻ വന്നപ്പോൾ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു. അമ്പും ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ ഉണ്ട്. അവനുള്ളത് ഞാൻ അടുത്ത ഫ്രിഡ്ജിൽ വെച്ചു. ഷിട്ട് ജോറായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അവന് സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബായ്.